ജീവനമാണ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലുമില്ല. ഏപ്രിൽ 9-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമായി ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വോട്ടിംഗ് മെഷീനിൽ ഒന്നാമത്തെ ചിഹ്നമാണ് നമ്മുടെ ചിഹ്നം. ഇത്തവണ 13 സ്ഥാനാർത്ഥികളുണ്ട് കൊടുവള്ളി മണ്ഡലത്തിൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള നിയോജകമണ്ഡലമാണ് കൊടുവള്ളി മണ്ഡലം. അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ എണ്ണം കാണുമ്പം ആശയക്കുഴപ്പം വേണ്ട. വോട്ടിംഗ് മെഷീനിൽ ഏറ്റവും മുകളിൽ ഒന്നാമത്തെ ചിഹ്നമാണ് കോണി ചിഹ്നം. ഒന്നാമത്തെ ചിഹ്നത്തിൽ വിരലമർത്തിയാൽ കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും ഒന്നാമതായി നമ്മൾ ജയിക്കും എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമതായി നമ്മൾ ജയിച്ചാൽ ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, കേരളത്തിലെ 1-ാം നമ്പർ മണ്ഡലമായി കൊടുവള്ളി മണ്ഡലത്തെ മാറ്റാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വാക്കാണ് എനിക്ക് നൽകാനുള്ളത്. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. എവിടെ ചെന്നാലും നമ്മുടെ കുട്ടികൾ പറയുന്നത് നല്ല കളിസ്ഥലമില്ല. കുട്ടികൾക്ക് കളിക്കാൻ നല്ല കളിസ്ഥലം വേണം, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതൽ സൗകര്യം വേണം. നമ്മുടെ നാട്ടിലെ വ്യവസായികൾക്ക്, നമ്മുടെ നാട്ടിലെ കർഷകർക്ക്, നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക്, പ്രവാസികൾക്ക്, നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക്, അവർക്കൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ട്, അവരുടെ സങ്കടങ്ങളുണ്ട്, അവരുടെ ആവലാതികളുണ്ട്. അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായി ഈ നാട് ഭരിക്കുന്ന സർക്കാർ അതൊന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ താഴെ ഇറക്കി ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ, നമ്മൾ കൊടുവള്ളി മണ്ഡലത്തിൽ ജയിച്ചാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നമുക്കാണ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം നമുക്കാണ്. ചരിത്രത്തിലാദ്യമായി ജില്ലാ പഞ്ചായത്ത് നമ്മളാണ് ഭരിക്കുന്നത്. MP നമ്മുടെ കൂടെയുണ്ട്. നമ്മളെല്ലാം ചേർന്നാൽ ഈ മടവൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട നേതാക്കന്മാരോട്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പിൽ 1 മണിക്കൂർ പോലും പാഴാക്കാതെ, 1 മിനിറ്റ് പോലും പാഴാക്കാതെ നിങ്ങളുടെ സമയം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നിങ്ങൾ വിനിയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, PK ഫിറോസിന് ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിൽ, കോണിക്കൊരു വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്കാർക്കും തലകുനിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പ് മാത്രം നിങ്ങൾക്ക് നൽകിക്കൊണ്ട്, ഈ ഊഷ്മളമായ ഇത്ര സമയം തടിച്ചുകൂടിയ പ്രിയപ്പെട്ട UDF നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങളോട് ഒരു നന്ദി എന്ന 2 വാക്കുകൊണ്ട് എന്റെ കടപ്പാട് അവസാനിപ്പിക്കില്ല. എന്റെ ജീവിതം കൊണ്ട്, എന്റെ കർമ്മം കൊണ്ട് ഞാൻ എന്റെ കടപ്പാട് നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കും എന്ന് വാക്ക് തന്നുകൊണ്ട് ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി 1000 സ്നേഹാഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.